വെൽക്കം ടു സേറ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2023 അതേപോലെ തന്നെ 24 ഈ 2 വർഷങ്ങളിലെ CUET എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്കിവിടെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അസൈൻ R and S കോൺഫിഗറേഷൻ ടു ദ ഫോളോയിങ് മോളിക്യൂൾ. ഈ മോളിക്യൂളിന് R and S കോൺഫിഗറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ CIP റൂള് പഠിച്ചിട്ടുണ്ട്. CIP റൂള് വെച്ചിട്ടാണ് നമ്മൾ R and S കോൺഫിഗറേഷൻസ് അസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ ഓപ്ഷനിലും 2, 3 എന്നാണുള്ളത്. ആദ്യം നമ്മൾ എന്ത് വെച്ചിട്ട് അസൈൻ ചെയ്യുക? കാർബൺ നമ്പർ വെച്ചിട്ടാണ് അത് S ആണോ R ആണോ എന്നുള്ളത് തീരുമാനിക്കുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ. സോ ഇതില് സെക്കൻഡ് കാർബണിലും അതേപോലെ തന്നെ തേർഡ് കാർബണിലും R ആണോ S ആണോ കോൺഫിഗറേഷൻ വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാനിപ്പോ സെക്കൻഡ് പൊസിഷൻ, ഈ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്തു. സെക്കൻഡ് കാർബൺ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ CIP റൂള് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അറ്റോമിക് മാസ് നമ്പർ ഏതിനാണോ കൂടുതലുള്ളത് അതിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി വരിക. ഇവിടെ എനിക്ക് ബ്രോമിൻ ഉണ്ട്, അതേപോലെ തന്നെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. എഗെയിൻ ഫോർത്ത് പൊസിഷനിൽ എന്താണ്? ഇവിടെ ഒരു കാർബൺ ആണ് വരുന്നത്. സോ ഇവിടെ ബ്രോമിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവുക, ബിക്കോസ് ബ്രോമിന്റെ മാസ് നമ്പർ ആണ് കമ്പയർഡ് ടു അതേഴ്സ് കൂടുതലുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് കാർബൺ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും സെക്കൻഡും ഈ ഒരു പൊസിഷനും ഇതും കാർബൺ തന്നെയാണല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ടൈ വരുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കും? ആ ഒരു ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ആറ്റം ഏതാന്ന് നോക്കും. സോ ഇവിടെ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് COOH ഗ്രൂപ്പ് അല്ലേ? സോ ഓക്സിജൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ കാർബണുമായിട്ട് അഗെയിൻ കാർബൺ ദെൻ ഓക്സിജൻ, കാർബണും ഓക്സിജനും ആണ് വരുന്നത്. സോ കമ്പയർഡ് ടു ദാറ്റ്, ഒരു കാർബണും ഓക്സിജനും വരുന്നതാണോ രണ്ട് ഓക്സിജൻ ആറ്റംസ് വരുന്നതാണോ കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാവുക? ഒബ്വിയസ്ലി COH ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി കൂടുതൽ വരിക. ഓക്കെ, അതേപോലെ തന്നെ ദെൻ തേർഡ് പ്രയോറിറ്റി ആർക്ക് വന്നു? ഈ ഒരു കാർബൺ ആറ്റത്തിന് വന്നു. ഫോർത്ത് പ്രയോറിറ്റി ഹൈഡ്രജന് വന്നു. സോ നമ്മൾ പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെയാണ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്, ഇങ്ങനെയാണ് പ്രയോറിറ്റി നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? നമ്മൾ എങ്ങനെയാ നോക്കുക? സോ ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. സോ അക്കോർഡിംഗ് ടു CIP റൂൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ അത് എന്തായിരിക്കണം? R ആയിരിക്കണം. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആണെങ്കിൽ R ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് S ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് പറയും? ഇത് R കോൺഫിഗറേഷൻ ആണെന്ന് പറയും. പക്ഷേ CIP റൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ കോൺഫിഗറേഷൻ അസൈൻ ചെയ്യുന്ന സമയത്ത് ലോവസ്റ്റ് പ്രയോറിറ്റി വരുന്ന ആള് എപ്പോഴും വെർട്ടിക്കൽ ലൈനിലായിരിക്കണം. ഓക്കെ, നമ്മൾ പറയുന്ന സമയത്ത് ഇങ്ങനെ വരയ്ക്കുന്നത് എനിക്ക് ഏത് രീതിയിലും കൂടെ വരയ്ക്കാം. ഇത് സോളിഡ് വെഡ്ജ് ആണ്, ഇത് ഡാഷ് ആണ്. ഓക്കെ, സോ 1 then 2 3 4 ഇങ്ങനെയാണ് എനിക്ക് വരുന്നത്. എപ്പോഴും ലീസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഡാഷ് വെഡ്ജിൽ ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ എനിക്ക് R ആണ് കിട്ടിയിട്ടുള്ളത്, ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് R ആണ്. പക്ഷെ ലീസ്റ്റ് പ്രയോറിറ്റി വരുന്നത് സോളിഡിലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ R നെ ഞാൻ റിവേഴ്സ് ചെയ്യും. സോ ഇത് S കോൺഫിഗറേഷൻ ആണ് വരിക. S കോൺഫിഗറേഷൻ. അപ്പൊ എനിക്ക് സെക്കൻഡ് പൊസിഷനിൽ S കോൺഫിഗറേഷൻ എന്ന് കിട്ടി, 2S. ഓപ്ഷൻ ബിയും അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയും എനിക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇനി തേർഡ് പൊസിഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സെയിം റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് പൊസിഷനിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഓക്സിജന് വന്നു, ദെൻ സെക്കൻഡ് പ്രയോറിറ്റി ആർക്കാണ് വരുന്നത്? സെക്കൻഡ് പ്രയോറിറ്റി ഈ ഒരു കാർബൺ ആറ്റത്തിന് വന്നു, തേർഡ്
ഇവിടെ വന്നു ഫോർത്ത്. ഓക്കെ, സോ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. സോ ഇങ്ങനെയാണ് വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. സോ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കണം? എസ് ആയിരിക്കണം. പക്ഷേ ലീസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിലാണ്. ലീസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും വെർട്ടിക്കൽ ലൈനിലാണ് നമുക്ക് വരേണ്ടത്. സോ ഹൊറിസോണ്ടലിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ആ ആന്റി ക്ലോക്ക് വൈസിനെ ഞാൻ തിരിച്ചു, അതിന്റെ റിവേഴ്സ് നമ്മൾ എടുത്തു. സോ എനിക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, സോ സെക്കൻഡ് പൊസിഷനിൽ എസും തേർഡ് പൊസിഷനിൽ 6ഉം ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, CIP റൂള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. ദെൻ അടുത്തൊരു ചോദ്യം, വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇലക്ട്രോഫൈൽ? ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ഒരു ഇലക്ട്രോഫൈൽ അല്ലാത്തത്? നോട്ട് ആൻ ഇലക്ട്രോഫൈൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ ലവിങ് ആവണമെങ്കിൽ അതെന്തായിരിക്കണം? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഓക്കെ, ഇലക്ട്രോൺ കുറവുള്ള ആളുകൾ അവരെന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കും? ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോഫൈൽസ് എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ലവിങ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ലവിങ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ആയി പോവരുത്. ഓക്കെ, സോ ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അല്ലാത്തത് ഏതാന്നാണ് ചോദ്യം. നോട്ട് ആൻ ഇലക്ട്രോഫൈൽ. സോ NO+ എന്ന് പറയുന്നത്, NOയിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ അതെന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളാണ്. സോ NO+ ഒരു ഇലക്ട്രോഫൈൽ ആണ്. ദെൻ BF3ന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോറോൺ ട്രൈഗണൽ പ്ലേനാർ സ്ട്രക്ചർ ആണ് വിത്ത് sp2 ഹൈബ്രിഡൈസേഷൻ. ദെൻ ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഉണ്ട്. സോ ഈ p ഓർബിറ്റലിന് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ BF3ക്ക് ഒരു ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാം. ദെൻ അടുത്തത് കാർബൺ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ലീനിയർ ഷേപ്പ് ആണ് കാർബൺ ഡയോക്സൈഡ്. ഇതിൽ കാർബണേക്കാളും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ് ആര്? ഓക്സിജൻ വരുന്നത്. സോ ഇലക്ട്രോൺ ക്ലൗഡ് ഓക്സിജന്റെ അടുത്തേക്കായിരിക്കും ഉണ്ടാവുക. വിച്ച് മീൻസ് ഓക്സിജന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും കാർബൺ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. സോ കാർബൺ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വന്നതുകൊണ്ട് തന്നെ കാർബൺ എന്ത് ചെയ്യാം? ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് ഒരു ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് കാർബൺ ഒരു സ്ട്രോങ് പൈ അക്സെപ്റ്റർ ലിഗാൻഡ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈ അക്സെപ്റ്റർ ലിഗാൻഡ്. സോ പൈ അക്സെപ്റ്റർ ലിഗാൻഡ്സിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? പൈ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ NH4+. ഇവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരാം. NH4+ന് നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക. NH4+, ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, സോ ഇതിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അങ്ങനെയല്ല. NH4+ന്റെ ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം, അല്ലെങ്കിൽ വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം. NH4+ൽ വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഒന്നും തന്നെ ഇല്ല. സോ ഇതിന് ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ചോദ്യം, number of distinct NMR signals observed in the case of acetone and ethyl methyl ketone. 2 മോളിക്യൂൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അസറ്റോണും അതേപോലെ തന്നെ ഈഥൈൽ മീഥൈൽ കീറ്റോണും. അപ്പോൾ ഡിസ്റ്റിങ്ക്ട് NMR സിഗ്നൽസ്, ഇവിടെ നമ്മളോട് പ്രോട്ടോൺ NMR ആണ് ചോദിക്കുന്നത്. നിങ്ങളോട് വെറും NMR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കുക അത് പ്രോട്ടോൺ NMR ആണ്. ഇനി C13 NMR ആണ് നിങ്ങളടുത്ത് ചോദിക്കുന്നതെങ്കിൽ അവർ സ്പെസിഫൈ ചെയ്യും C13 NMR എന്ന് പറഞ്ഞിട്ട്. ഓക്കെ,
സോ ഇവിടെ അങ്ങനെ സ്പെസിഫിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇതെന്താണ്, C13 അല്ല, പ്രോട്ടോൺ NMR ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ആദ്യം അസറ്റോൺ. അസറ്റോണിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ CH3 CH3 C ഡബിൾ ബോണ്ട് ഇങ്ങനെയാണ് അസറ്റോണിന്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഇവിടെ ഈ രണ്ട് സെറ്റ് ഓഫ് ഹൈഡ്രജൻസും എന്താണ്, കെമിക്കലി ഇക്വലന്റ് ആണ്. കെമിക്കലി ഇക്വലന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻസ് ആണ്. സോ ഈ 6 പ്രോട്ടോൺസും ഒരുമിച്ച് ഒരു സിഗ്നൽ ആണ് തരാം. ഓക്കെ, കെമിക്കലി ഇക്വലന്റ് ആയതുകൊണ്ട് തന്നെ ഒറ്റ സിഗ്നൽ ആണ് തരാം. ദെൻ അടുത്തത് ഈഥൈൽ മീഥൈൽ കീറ്റോൺ. ഈഥൈൽ മീഥൈൽ കീറ്റോണിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ദെൻ CH2 CH3 ഇങ്ങനെയാണ് ഈഥൈൽ മീഥൈൽ കീറ്റോണിന്റെ സ്ട്രക്ചർ വരിക. ഇവിടെ നമ്മൾ നോക്കൂ, ഈ CH3 ഗ്രൂപ്പ് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. ഈ ഹൈഡ്രജൻസ് ഇക്വലന്റ് ആണോ? അല്ല. മൂന്നും ഒരേപോലെയുള്ള അല്ലല്ലോ, ഇക്വലന്റ് അല്ല, കെമിക്കലി നോട്ട് ഇക്വലന്റ് ആണ്. സോ മൂന്നും എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിട്ടുള്ള NMR സിഗ്നൽസ് ആണ് നമുക്ക് തരാം. സോ നമുക്ക് 3 NMR സിഗ്നൽസ് ആണ് കിട്ടുക. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എന്താണ്, 1 and 3. ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എക്സ് ആൻഡ് വൈ, പ്രൊഡക്റ്റ് ആയിട്ടുള്ള എക്സ് ആൻഡ് വൈ എന്താന്നുള്ളതാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ കേസില് ഡബിൾ ബോണ്ട് O CH2. ദെൻ റിയേജന്റ് ആയിട്ട് വരുന്നത് ഏതാണ്, BH3THF അതേപോലെ തന്നെ H2O2. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ മനസ്സിലാവണം ഇത് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണ്. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. സോ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ മാർക്കോണിക്കോവ്സ് റൂളും അതേപോലെ തന്നെ ആന്റി മാർക്കോണിക്കോവ്സ് റൂളും പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷനിൽ അവിടെ ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ CH2 ആൽക്കീൻ ഗ്രൂപ്പ് ഉണ്ട്. സോ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എപ്പോഴും നടക്കുക ആൽക്കീൻ ഗ്രൂപ്പിലാണ്. അപ്പൊ ഓർത്ത് വെക്കുക, ആൽക്കീൻ ഗ്രൂപ്പിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ കീറ്റോ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഇരിക്കും, അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഓക്കെ, ദെൻ ഇവിടെയാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ നോക്കേണ്ടത്. സോ അക്കോർഡിംഗ് ടു ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് ഹൈഡ്രജൻ പോവും, അതേപോലെ തന്നെ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് എന്ത് പോവും, OH ഗ്രൂപ്പും പോവും. സോ ഈ രണ്ട് കാർബൺ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് എന്ത്, ഹൈഡ്രജൻ കുറവുള്ളത്. ദെൻ ഇവിടെ ഹൈഡ്രജൻ കൂടുതലുള്ളത്. സോ CH2OH. ഓക്കെ, സോ നമുക്ക് CH2OH എന്ന് കിട്ടി. എക്സ് കിട്ടിക്കഴിഞ്ഞു. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്കുള്ളത് 1ഉം 4ഉം ആണ്. അതിൽ നിന്നാണ് നമുക്ക് ആൻസറിലേക്ക് എത്തേണ്ടത്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ, ഇവിടെ സോഡിയം ബോറോഹൈഡ്രേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിയേജന്റ് ആയിട്ട് വരുന്നത് സോഡിയം ബോറോഹൈഡ്രേറ്റ് ആണ്. സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ ഓർത്തു വെക്കുക, സോഡിയം ബോറോഹൈഡ്രേറ്റ് കീറ്റോ ഗ്രൂപ്പിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്. C ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പിനെ ആൽക്കഹോൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം ബോറോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ Y എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതാണ് എൻ്റെ ഇനീഷ്യൽ സ്ട്രക്ചർ. ഇതിൽ നമ്മൾ എന്തിനെ മാത്രമാണ് റെഡ്യൂസ് ചെയ്യുന്നത്, കീറ്റോ ഗ്രൂപ്പിനെ, ഈ ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഇവിടെ റെഡ്യൂസ് ആവുന്നത്. ആൽക്കീൻ ഗ്രൂപ്പിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സോ ഈ ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ അവിടെ കീറ്റോ ഗ്രൂപ്പ് എന്തായിട്ടാ മാറുക, ആൽക്കഹോൾ ആയിട്ടാണ് മാറുന്നത്. സോ ഇതാണ് നമ്മുടെ റിയാക്ഷൻ വരിക. ഓപ്ഷൻ എ ആണ്
കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യവും ഇതുപോലെ തന്നെ ഒരു റിയാക്ഷൻ തന്നിട്ട് നമ്മളോട് പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് റിയേജന്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പില് ആദ്യത്തെ റിയാക്ഷൻ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നേരത്തെ നമ്മൾ സോഡിയം ബോറോഹൈഡ്രൈഡ് പറഞ്ഞു. സോഡിയം ബോറോഹൈഡ്രൈഡ് കീറ്റോ ഗ്രൂപ്പിനെ ആൽക്കഹോൾ ആക്കി മാറ്റുന്നതായിരുന്നു സോഡിയം ബോറോഹൈഡ്രൈഡ്. ദെൻ ലിഥിയം ബോറോഹൈഡ്രൈഡ് വരുന്ന സമയത്ത് ലിഥിയം ബോറോഹൈഡ്രൈഡ് കീറ്റോ ഗ്രൂപ്പ്, അതേപോലെ തന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ COOH കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ഇതിനെ മൂന്നിനെ എന്ത് ചെയ്യും, ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ലിഥിയം ബോറോഹൈഡ്രൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ എനിക്ക് എന്താ ഉള്ളത്, എഗെയിൻ എനിക്കൊരു കീറ്റോ ഗ്രൂപ്പാണ് ഉള്ളത്. സോ ആ കീറ്റോ ഗ്രൂപ്പ് എന്താവും, റെഡ്യൂസ്ഡ് ആയിട്ട് ആൽക്കഹോൾ ആയിട്ട് മാറും. ഓക്കെ, ഡബിൾ ബോണ്ട് ആൽക്കീൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, ഇല്ല, ആൽക്കീൻ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ദെൻ അടുത്തത് H2 ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം. ഇത് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ആണ്. ഇതിനെ നമ്മൾ എന്താ പറയാ, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ. സോ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷന് നടക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് കീറ്റോ ഗ്രൂപ്പ് ആണോ ആൽക്കീൻ ഗ്രൂപ്പ് ആണോ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. എവിടെ ഡബിൾ ബോണ്ട് ഉണ്ടോ അതൊക്കെ എന്താവും, റെഡ്യൂസ്ഡ് ആയിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്, ഈ ആൽക്കീൻ ഗ്രൂപ്പും അതേപോലെ തന്നെ കീറ്റോ ഗ്രൂപ്പും എന്താവും, റെഡ്യൂസ്ഡ് ആവും. ഓക്കെ, സോ ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഇതെന്താണ് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ് അരോമാറ്റിക്? തന്നിട്ടുള്ള മോളിക്യൂളിൽ ഏതൊക്കെയാണ് അരോമാറ്റിക് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ വരുന്നത് സൈക്ലോ ഒക്ടാ ടെട്രീനൈൽ ആനയോൺ ആണ്, ഡൈ ആനയോൺ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിൽ സൈക്ലോ ഒക്ടാട്രീനൈൽ കോട്ട് സ്ട്രക്ചർ ആണെങ്കിൽ അതെന്താണ്, നോൺ അരോമാറ്റിക് ആണ്. നോൺ അരോമാറ്റിക്, ഇത് നോൺ പ്ലാനാർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, നോൺ അരോമാറ്റിക് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ 2- ആനയോൺ ആണ് ചോദിക്കുന്നത്. സോ ആനയോൺ ആവുന്ന സമയത്ത് അതെന്തായിട്ട് മാറുന്നുണ്ട്, പ്ലേനാർ ആയിട്ട് മാറുന്നുണ്ട്. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്, 2, 4, 6, 8, ദെൻ 2, 10 പൈ ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ ഉള്ളത്. 4n+2 റൂൾ ഫോളോ ചെയ്യുന്നില്ലേ? സോ ഇതെന്തായിരിക്കും, അരോമാറ്റിക് ആണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്ന സമയത്ത് 2, 4, 6 ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണുള്ളത്. സോ ഡീലോക്കലൈസേഷന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സോ അതെന്താണ്, അരോമാറ്റിക് ആണ്. ഓക്കെ, ദെൻ അടുത്ത മോളിക്യൂളിലാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ നമ്മൾ അസുലിൻ എന്നാണ് പറയാം, അസുലിൻസ്. സോ അസുലിൻസ് ഹക്കൽ റൂൾ അല്ല ഒബേ ചെയ്യുക, പകരം ക്രെയ്ഗ്സ് റൂൾ ആണ് ഒബേ ചെയ്യുന്നത്. ക്രെയ്ഗ്സ് റൂൾ. ഓക്കെ, അസുലിൻസിന്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് ഹക്കൽ റൂൾ അല്ല, പകരം ക്രെയ്ഗ്സ് റൂൾ ആണ്. എന്താ ക്രെയ്ഗ്സ് റൂൾ എന്ന് പറയുന്നത്? ഹക്കൽ റൂളിന് പകരം നമ്മൾ ഈ അസുലിൻസിനെ ഒരു C2 ആക്സിസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്തുണ്ട്, C2 ആക്സിസ് ഉണ്ട്. ഓക്കെ, സോ ക്രെയ്ഗ്സ് റൂൾ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ മോളിക്യൂളിൽ ഒരു C2 ആക്സിസ് വേണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നമ്പർ ഓഫ് പൈ ബോൺസ് കൗണ്ട് ചെയ്യുന്നു. ഓർക്കുക, നമ്മൾ പൈ ഇലക്ട്രോൺസ് അല്ല കൗണ്ട് ചെയ്യുന്നത്, പൈ ബോണ്ട് ആണ് കൗണ്ട് ചെയ്യുന്നത്. സോ ഇവിടെ എത്ര പൈ ബോണ്ട് ഉണ്ട്, 1, 2, 3, 4, 5 5 പൈ ബോണ്ട് ആണുള്ളത്. സോ 5 പൈ ബോണ്ട് n = 5 എന്ന് ഞാൻ എടുത്തു. ഓക്കെ, ദെൻ ക്രെയ്ഗ്സ് റൂൾ പ്രകാരം n-1 ഓഡ് ആണെങ്കിൽ അതെന്തായിരിക്കും, നോൺ അരോമാറ്റിക് ആയിരിക്കും. ദെൻ n-1 ഈവൺ ആണെങ്കിൽ അതെന്തായിരിക്കും, അരോമാറ്റിക് ആയിരിക്കും.
ഓക്കെ, സോ ഇവിടെ n is equal to 5 ആണ്. സോ n minus 1 എത്ര വരും? 4 ആയിരിക്കും. സോ ഈ മോളിക്യൂൾ എന്താണ്? അരോമാറ്റിക് ആണ്. ഓപ്ഷൻ സിയും എന്താണ്? അരോമാറ്റിക് ആണ്. സോ എ ബി സി ഈ 3 ഓപ്ഷൻസും ആണ് എന്ത്? അരോമാറ്റിക് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2, 4, 6, 8. സോ ഇതെന്തല്ല? അരോമാറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾ അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്? രണ്ട് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത്. എനാൻഷ്യോമേഴ്സ് ആണോ, ഡയാസ്റ്റീരിയോമേഴ്സ് ആണോ, ഇനി ഐഡന്റിക്കൽ മോളിക്യൂൾസ് ആണോ, ഹോമോമേഴ്സ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. സോ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ തോന്നും ഇത് സെയിം ആണല്ലോ എന്ന് തോന്നും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നമ്മൾ CIP റൂൾ പ്രകാരം R&S കോൺഫിഗറേഷൻസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ മോളിക്യൂൾ ഞാൻ എടുത്തു. ആദ്യത്തെ മോളിക്യൂളില് ആർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി? നൈട്രജൻ അല്ലേ അറ്റോമിക് മാസ് കൂടുതലുള്ളത്. സോ നൈട്രജന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. ഇവിടെ COH കാർബണിന് സെക്കൻഡ് പ്രയോറിറ്റി, CH3 ഗ്രൂപ്പിന്, ഇത് കൺഫ്യൂസ് ആവരുത്, ഇത് CH3 ഗ്രൂപ്പാണ്. ഓക്കെ, CH3 ഗ്രൂപ്പിന് തേർഡ് പ്രയോറിറ്റി വന്നു, ഹൈഡ്രജന് ഫോർത്ത് പ്രയോറിറ്റി. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? 1, 2, 3, 4 ഇങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമുക്ക് എസ് എന്ന് കിട്ടും. ഇനി എസ് എന്നുള്ളത് ഞാൻ ചേഞ്ച് ചെയ്യണോ? വേണ്ട, കാരണം ലീസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഡാഷിലാണ്. അതുകൊണ്ട് ഞാൻ അസൈൻ ചെയ്ത കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആദ്യത്തേതിന് എനിക്ക് എസ് കോൺഫിഗറേഷൻ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇവിടെയും സെയിം പ്രയോറിറ്റി ഓർഡർ ആണ് വരുന്നത്, അവരുടെ പൊസിഷനിലാണ് വ്യത്യാസം വരുന്നത്. സോ NH2 ഫസ്റ്റ് വന്നു, COH സെക്കൻഡ്, ദെൻ CH3 തേർഡ്, ഹൈഡ്രജൻ ഫോർത്ത്. ഇവിടെയും എനിക്ക് എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ വരുന്നത്. സോ ആന്റി ക്ലോക്ക് വൈസ് ആവുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്ത് പറയും? എസ് എന്ന് തന്നെ പറയും. പക്ഷേ ശ്രദ്ധിക്കുക, ലീസ്റ്റ് പ്രയോറിറ്റി വരുന്ന ആള് ഹൈഡ്രജൻ ആണ്. ലീസ്റ്റ് പ്രയോറിറ്റി ഹൈഡ്രജൻ ഡാഷിലാണോ ഉള്ളത്? അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അസൈൻ ചെയ്ത കോൺഫിഗറേഷൻ റിവേഴ്സ് ചെയ്യണം. സോ എസ് ആണ് നമുക്ക് ആദ്യം അസൈൻ ചെയ്യുക. പക്ഷെ ഹൈഡ്രജൻ ഡാഷിലല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? R കോൺഫിഗറേഷൻ ആയിട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ മോളിക്യൂളിന് എനിക്ക് S എന്ന് കിട്ടി, രണ്ടാമത്തെ മോളിക്യൂളിന് എനിക്ക് R എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? എനാൻഷ്യോമേഴ്സ് ആയിരിക്കും. ഇവരെന്താണ്? എനാൻഷ്യോമേഴ്സ് ആണ്. എനാൻഷ്യോമേഴ്സ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ കംപ്ലീറ്റ് ദ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ റിയേജന്റ് നോക്കുകയാണെങ്കിൽ O3 in CHCl3 ആൻഡ് സിങ്ക് ഡസ്റ്റ്. ഓസോണും അതേപോലെ തന്നെ സിങ്ക് ഡസ്റ്റും ആണ് നമ്മുടെ റിയേജന്റ് ആയിട്ട് വരുന്നത്. സോ ഓസോണും സിങ്ക് ഡസ്റ്റും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ പറയാം ഇത് ഓസോണോളിസിസ് റിയാക്ഷൻ ആണ്. ഓസോണോളിസിസ്. സോ ഓസോണോളിസിസ് എപ്പോഴും നടക്കുക ഒരു ആൽക്കീൻ സെന്ററിലാണ്, ഒരു ഡബിൾ ബോണ്ടിലാണ് ഓസോണോളിസിസ് നടക്കുക. ഇനി ഓസോണോളിസിസിന് ഒരുപാട് സ്റ്റെപ്പും റിയാക്ഷനും മെക്കാനിസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എക്സാമിന് നമുക്ക് വേണ്ടത് എന്താ? പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡബിൾ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ അറ്റത്തും ഞാൻ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കും. ഓക്കെ, ഞാൻ നല്ലോണം എഴുതാം. ഇവിടെ എനിക്ക് എന്തുണ്ട്? ഒരു 5 മെമ്പേർഡ് റിംഗ് ഉണ്ട്. ഞാൻ നമ്പർ ചെയ്യുന്നു 1, 2, 3, 4, 5. 5 മെമ്പേർഡ് റിംഗ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ചെയ്യുന്നത്. ദെൻ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് 2, 3, 4, 5, 6 ഒരു 6 കാർബൺ ചെയിൻ വരും. എന്തുകൊണ്ടാണ് ചെയിൻ വരുന്നത്? കാരണം ഇവിടെ ബോണ്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് അത് ഒരിക്കലും എന്തല്ല സൈക്ലിക് സ്ട്രക്ചർ ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ
സോ ഇവിടെ എനിക്ക് എന്ത് വന്നു? 2, 3, 4, 5, 6. ഓക്കെ. ദെൻ സെക്കൻഡ് പൊസിഷനിൽ, ഈ പൊസിഷൻ നോക്കൂ, സെക്കൻഡ് പൊസിഷനിൽ ഞാനൊരു സി ഡബിൾ ബോണ്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ ഒരു സി ഡബിൾ ബോണ്ടോ അറ്റാച്ച് ചെയ്തു. ദെൻ അതേപോലെ തന്നെ സിക്സ്ത് പൊസിഷൻ, ഈ പൊസിഷനിലും ആണ് എന്തുള്ളത്? സി ഡബിൾ ബോണ്ടോ ഉള്ളത്. ഇവിടെയും ഞാൻ അറ്റാച്ച് ചെയ്തു. സോ ഇതായിരിക്കും എൻ്റെ ഫൈനൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ നോക്കാം ഏത് ഓപ്ഷനിൽ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഓസോണും സിങ്കും കണ്ടു കഴിഞ്ഞാൽ അത് ഓസോണോളിസിസ് റിയാക്ഷൻ ആണ്. അവിടെ പ്രൊഡക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക. ആ രണ്ട് കാർബൺ ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന രണ്ട് കാർബണിലും ഒരു ഡബിൾ ബോണ്ട് ഓ അറ്റാച്ച് ചെയ്യും. ഓക്കെ. അടുത്ത ചോദ്യം. Which compound will give tertiary butyl alcohol with methyl magnesium bromide? Methyl magnesium bromide. എന്താ methyl magnesium bromide എന്ന് വെച്ചാൽ CH3MgBr. CH3MgBr എന്ന് പറയുന്നത് Grignard reagent ആണ്. Grignard reagent. അപ്പോൾ X എന്നുള്ള കോമ്പൗണ്ട് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് CH3MgBr റിയാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ കിട്ടുന്നുണ്ട്. സോ എക്സ് ഏതാന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോന്നിനെയും നമ്മൾ CH3MgBr റിയാക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാന്നുള്ളത് നോക്കുക. ആദ്യം തന്നെ നമ്മൾ അസറ്റൈൽ ക്ലോറൈഡ് എടുക്കുന്നു. അസറ്റൈൽ ക്ലോറൈഡ്, അസറ്റൈൽ എന്ന് പറയുമ്പോൾ CH3 C ഡബിൾ ബോണ്ടോ Cl. ഇതുമായിട്ട് CH3MgBr റിയാക്ട് ചെയ്യുന്നു. ഓക്കെ. സോ റിയാക്ട് ചെയ്യാൻ ഇവിടെ എളുപ്പ വഴി എന്താണ് നോക്കുക. കാർബണും ഓക്സിജനും, ഇവിടെ കാർബൺ ഉണ്ട്, ദെൻ ഓക്സിജൻ. ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ ഇലക്ട്രോൺസ് എന്താവും? ഓക്സിജന്റെ അടുത്തേക്ക് പോകും. ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജ് വരും. സോ കാർബൺ എന്താവും? സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ബ്രോമിൻ എന്താണ്? ഇലക്ട്രോനെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ചാർജ്. സോ അറ്റാച്ച് ചെയ്തിട്ടുള്ള മഗ്നീഷ്യം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. CH3 ഗ്രൂപ്പ് നെഗറ്റീവ് ആയിരിക്കും. സോ ഈ CH3 ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ചാർജുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ എൻ്റെ പ്രോഡക്റ്റ് എന്താണ്? ഓൾറെഡി CH3 ഉണ്ട്. ദെൻ ഇപ്പോൾ ഒരു CH3 അറ്റാച്ച് ചെയ്തു, Cl. O മൈനസ്, O മൈനസ് നമ്മൾ വാട്ടറിൽ വർക്കപ്പ് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? OH ആയിട്ട് മാറും. ഓക്കെ. ഇത് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണോ? അല്ല. സോ ഓപ്ഷൻ എ അല്ല ആൻസർ. ദെൻ അടുത്ത ഓപ്ഷൻ എന്താണ്? അസറ്റോൺ ആണ്. അസറ്റോൺ എന്ന് പറയുമ്പോൾ അസറ്റോണിന്റെ ഒക്കെ സ്ട്രക്ചർ നിങ്ങൾ ഓർത്ത് വെക്കണേ. ഇതാണ് അസറ്റോണിന്റെ സ്ട്രക്ചർ. അതിനെ ഞാൻ CH3MgBr ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ. ദെൻ എന്താ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്? സെയിം ലോജിക്. ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റീവ്, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്. ബ്രോമിൻ ഇലക്ട്രോനെഗറ്റീവ് ആണ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. ഓക്കെ. സോ ഈ നെഗറ്റീവ് ചാർജിന് ഈ പോസിറ്റീവ് ചാർജിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ CH3, ഇവിടെ ഒരു CH3 ഉണ്ട്. ദെൻ ഒരു CH3 അറ്റാക്ക് ചെയ്തു. ദെൻ O മൈനസ് ആണ് വരിക. വർക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ OH കിട്ടും. കിട്ടിയില്ലേ? സോ അസറ്റോൺ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻ സിയും ഡിയും നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഏതാന്നുള്ളതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The aromaticity of the heterocycles is in the order. നമുക്ക് 3 heterocycles ആണ് തന്നിട്ടുള്ളത്. തയോഫീൻ, പൈറോൾ ആൻഡ് ഫ്യൂറാൻ. ഓക്കെ. സോ ആദ്യം നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. 5 മെമ്പേർഡ് ആയിട്ടുള്ള ഹെട്രോസൈക്കിൾസ് ആണ് തയോഫീനും പൈറോളും ഫ്യൂറാനും.
നൈട്രജൻ ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പൈറോൾ എന്ന് പറയും. ദെൻ സൾഫർ ആണെങ്കിൽ അതിനെ നമ്മൾ തയോഫീൻ എന്ന് പറയും. ഓക്സിജൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്യൂറാൻ എന്ന് പറയും. ഈ സ്ട്രക്ചർ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ. ദെൻ അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എല്ലാത്തിനും എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ ലോൺ പെയർ എന്ത് ചെയ്യും? ഈ അരോമാറ്റിക് റിംഗിൽ ഇൻവോൾവ് ആയിരിക്കും, ഡീലോക്കലൈസ്ഡ് ആയിരിക്കും. സോ ഇവിടെ ഈ ആറ്റത്തിന് നൈട്രജൻ, സൾഫർ, ഓക്സിജൻ ഇവർക്ക് എത്രത്തോളം ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചായിരിക്കും അരോമാറ്റിസിറ്റിയുടെ ഓർഡർ വരിക. നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനുള്ള കഴിവ്. സോ ഓക്സിജൻ ആണ് ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാൻ മാക്സിമം കഴിവുള്ളത്. ദെൻ നൈട്രജൻ, ദെൻ സൾഫർ. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ലീസ്റ്റ് ഉള്ള ആളായിരിക്കും അരോമാറ്റിസിറ്റി മാക്സിമം കാണിക്കുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ലീസ്റ്റ് വരുന്നത് ആർക്കാ? സൾഫറിനാണ്. സോ സൾഫർ ആയിരിക്കും മാക്സിമം അരോമാറ്റിസിറ്റി കാണിക്കുന്നത്. സോ മാക്സിമം അരോമാറ്റിസിറ്റി സൾഫർ ആണെങ്കിൽ അതെന്തായിരിക്കും? തയോഫീൻ ആയിരിക്കും. തയോഫീൻ ആണ് മാക്സിമം അരോമാറ്റിസിറ്റി കാണിക്കുക. സോ ഓപ്ഷൻ ബി, അതേപോലെ തന്നെ ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ. ദെൻ സൾഫർ കഴിഞ്ഞാൽ അടുത്തത് ആരായിരിക്കും? നൈട്രജൻ ആയിരിക്കും അല്ലേ? നൈട്രജൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ അടുത്തത് ആരായിരിക്കും വരിക? പിറോൾ ആണ്. ലീസ്റ്റ് അരോമാറ്റിസിറ്റി കാണിക്കുന്നത് ഫ്യൂറാൻ ആയിരിക്കും. ബിക്കോസ് ഓക്സിജൻ ആണ് മാക്സിമം ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്ന സമയത്ത് ഓക്സിജൻ എന്താ? ഇലക്ട്രോൺസിനെ പിടിച്ചു വെക്കാനാ നോക്കുക. അതിനെ അരോമാറ്റിസിറ്റി അല്ലെങ്കിൽ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടില്ല. അത് തന്റെ അടുത്തേക്ക് തന്നെ പിടിച്ചു വെക്കും. ഓക്കെ. സോ അവിടെ എന്താണ്? അരോമാറ്റിസിറ്റി കുറവായിരിക്കും, ലീസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ഈ സ്ട്രക്ചറും കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സിമിലർ ക്വസ്റ്റ്യൻസ്, ഇതേപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക.